മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം. ഉടൻ സന്ദർശിക്കൂ മലബാർ ഡിജിറ്റൽ. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. വരവൂർ പഞ്ചായത്തിൽ തളി നടുവട്ടത്ത് പ്രവർത്തിക്കുന്ന അറവ് മാലിന്യ പ്ലാന്റിനെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു. നടുവട്ടം സെന്ററിൽ നടന്ന സംഗമം അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. നടുവട്ടം സെന്ററിൽ നടന്ന സംഗമം അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ മനുഷ്യരുടെ ആവാസ വ്യവസ്ഥ തകർക്കാൻ അനുവദിക്കരുതെന്നും വായു, വെള്ളം ഉൾപ്പെടെയുള്ള ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഭരണാധികാരികൾക്ക് ബാധ്യതയുണ്ടെന്നും ഓണംപിള്ളി മുഹമ്മദ് ഫൈസി പറഞ്ഞു. പരിസര മലിനീകരണം ഉയർത്തുന്ന മാലിന്യ കേന്ദ്രത്തിനെതിരെ ജനകീയ സമരം ശക്തമാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ ഭൂമിയുടെ ശുദ്ധമായിട്ടുള്ള അതിന്റെ പരിസ്ഥിതി, അതിലെ വെള്ളം, അതിലെ ആകാശം, അതിന്റെ വായു എല്ലാം കൂടി ചേരുമ്പോഴാണ് പ്രപഞ്ചം. ആ പഞ്ചഭൂതങ്ങൾ ഒരുമിച്ച് ചേരുന്നിടത്ത് ഏതെങ്കിലും ഒന്നിന് തകർച്ചയുണ്ടായാൽ, വായു തകർന്നാൽ, ജലം മലിനമായാൽ, ഈ ആകാശം എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന, ഈ മുകളിൽ കാണുന്നതല്ല ആകാശം, ഇതെല്ലാം ആകാശമാണ്. അങ്ങനെ വരുന്ന ഈ സ്പേസ്, ഈ പരിസ്ഥിതി തകർന്നാൽ നമുക്കിനിയും മറ്റൊരു തലമുറക്ക് തിരിച്ചു കൊടുക്കാനില്ലാതെ പോകുന്ന ഒരു സാഹചര്യം സംജാതമാവും. ആ സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് മാലിന്യം സംസ്കരിക്കപ്പെടണം. അത് മറ്റൊരാവശ്യം തന്നെയാണ്. നമ്മൾ ആവശ്യത്തെ പരിഗണിക്കുന്നു, പക്ഷെ അതെവിടെയാണ്? അതിനിവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനുഷ്യൻ പാർക്കുന്ന ഇടങ്ങളിലല്ല ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ആളുകൾ വരേണ്ടത്. മനുഷ്യർ പാർക്കുന്ന ഇടങ്ങൾ, അവരുടെ വിദ്യാഭ്യാസ സങ്കേതങ്ങൾ, അവർക്ക് ജനവാസ കേന്ദ്രങ്ങളായി നിലനിൽക്കുന്ന ഇടങ്ങളിൽ അതിന്റെ കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് പോകേണ്ട ഒന്ന് കിലോമീറ്ററുകൾക്ക് ഉള്ളിലേക്ക് വരുന്നു എന്ന് പറയുന്നത് അപകടമാണ്. ഇവിടെ തന്നെ നമ്മൾ കേൾക്കുന്ന പ്രകാരം ഏകദേശം 20 കിലോമീറ്റർ ചുറ്റളവിൽ പോലും ഇതിന്റെ ഗന്ധമാലിന്യം അടിച്ച് വീശാനുള്ള സാധ്യത വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിന്റെ ചുറ്റുവട്ടത്തിലെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പോലും സാധിക്കാതെ പോകുന്ന ഒരു സാമൂഹികാവസ്ഥ, അത്തരമൊരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണ്. ഇതിനെതിരായി ജീവൻ കൊടുക്കുന്ന പോലെയുള്ള ശക്തമായ സമരം നിങ്ങൾ ഇപ്പോ നടത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് സമയം കിട്ടാതെ പോകും. ആക്ഷൻ കൗൺസിൽ രക്ഷാധികാരി CU അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ KM ഫലലുല്ല, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ MP കുഞ്ഞിക്കോയത്തങ്ങൾ, ജയൻ വെള്ളപ്പാറ, ജോർജ് മുണ്ടക്കയം, MA രാജ, KS നവാസ്, KM ഹനീഫ, പഞ്ചായത്ത് മെമ്പർ M വീരചന്ദ്രൻ, ജഹാംഗീർ ബാഷ, ബിബിൻ കൂടിയേടത്ത്, PM അബൂബക്കർ, AA മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. PCV ന്യൂസ്, വരവൂർ.